കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇന്നലെ തന്നെ കണ്ടില്ലേ, എല്ലാവരും മുഖം വീർപ്പിച്ച്, ആരും എന്നോട് സംസാരിക്കുന്ന പോലും ഇല്ല. എടി നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്കൊക്കെ നമ്മളോട് ഉള്ളിൽ വിഷമം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളോട് സ്വീകരിക്കുകയൊന്നുമില്ല. അമ്മ അങ്ങനെ പറഞ്ഞത് നീ വിട്ടുകളാ, നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ എല്ലാവർക്കും ഒന്നും നമ്മളോട് വെറുപ്പില്ല. അമ്മാവനും അനന്തേട്ടനും അച്ഛനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് കാണിക്കാൻ പറ്റൂല അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയണ, നീ കേക്ക്. ഇതൊക്കെ കലങ്ങി തെളിഞ്ഞൊന്ന് ക്ലിയർ ആവുന്നവരെ നമുക്കിതൊക്കെ സഹിക്കാം. ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വാടക വീട്ടിൽ പോയി താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് ടെൻഷനായി വിശപ്പുണ്ടാക്കണ എന്തിനാണ്? ഇവിടെ സമാധാനമായിട്ട് കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്. എന്ത് അവർക്കൊന്നും നമ്മളങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റൂല. നിന്റെ മുഖം കണ്ട അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയാൻ പറ്റുമോ? വെറുതെ ഒരു ഗമക്ക് പറയണേന്ന്. ഒക്കെ ശരിയാവും. ഗമക്കൊന്നുമല്ല, എന്നെ ഇഷ്ടമായില്ല, അതുകൊണ്ടാ. ആര് പറഞ്ഞു? നീ ഇപ്പോഴത്തെ ശൗര്യം നോക്കണ്ട. ഞാനേ വൈകിട്ട് എവിടെ നിന്നെങ്കിലും ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചുകൊണ്ടെന്ന് തരാം കേട്ടാ. അമ്മ കയറി പറഞ്ഞില്ല, അതങ്ങോട്ട് കോംപ്രമൈസ് ആകട്ടെ. അങ്ങനൊന്നും അല്ല. പിന്നെ എങ്ങനെയാണ്? രണ്ടെണ്ണം വേണോ? അല്ല, എനിക്ക് എല്ലാവരും മിണ്ടിയും പറഞ്ഞു ഇരിക്കാനൊക്കെ വേണം. അതിനിച്ചിരി സമയവും. ഇപ്പം ഇന്നലെ നിന്റെ വാപ്പ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ് ഞാനത് സഹിച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങണില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ നീ വെറുതെ ആവശ്യമില്ലാത്ത ആലോചിക്കണ്ട. എടുപിടിന്ന് നടക്കൂല, എല്ലാം സമാധാനമായിട്ട് വരുന്നു. അനന്തേന എന്റെ പേര് അനന്തൻ. ഞാൻ പറഞ്ഞ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞ് നിന്നോടാ പറയണത്. കൊട്ടിലപ്പാട്ട് തറവാട്ടിലെ ബലരാമിന്റെ മൂത്ത മകൻ, അതായത് നിന്റെ ചേട്ടൻ. നിനക്ക് സംശയമൊന്നുമില്ലല്ലോ? എടാ, ഈ തറവാടിനൊരു അന്തസ്സുണ്ട്. 100 ചില്ലാനും വർഷം പഴക്കമുള്ള തറവാടായത്. ഒരുപാട് ആളുകൾ ഇതിനകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് വരെ ഒരാളും ചെയ്യാത്ത തമ്മാടിത്തരാണ് നീ ഇപ്പൊ ചെയ്തത്. അത് നിനക്കറിയാവോ? അറിയാമോ? എന്താ നിന്റെ ഉദ്ദേശം? പിന്നെ പെട്ടെന്നായിപ്പോയി, മനഃപൂർവ്വമല്ല. നീ ആരടാ? കാമദേവനോ? ഈ നാട്ടിലുള്ള പെൺകുട്ടികളെ മുഴുവൻ പ്രേമിക്കാം? നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ ഇത് വേണ്ട വേണ്ടാന്ന്. ഒരു പെൺകുട്ടിയെ എവിടെയെങ്കിലും പോയി വിളിച്ചോണ്ട് വന്നിട്ട് ഈ തട്ടിന്റെ മുകളിൽ കയറ്റി താമസിപ്പിച്ച് കഴിഞ്ഞ് എങ്ങാനും ആ തട്ടിന്റെ മുകളിൽ ഇത് താഴെ വീണിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പപ്പുണ്ടി കിടന്നാനൊക്കെ അറിയില്ലേ? കടന്നു വരുന്ന സമാധാനം ആര് പറയും? ഇതെന്താ കളിയാണെന്ന് എനിക്കെന്റെ വിചാരം? കളിയാണിത്? തെമ്മാടിത്തരം കാണിക്കുകയാണ്. ഇനിയിപ്പോൾ അയൽഭാഗത്തുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഒരു ചാൻസായി. ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും കുട്ടികളെ ചാടിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ തട്ടുമ്പറ ചോദിക്കും വാടകയ്ക്ക്. അതപ്പം ഉണ്ടാവുക. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു. ആ മജീദിന്റെ ഒറ്റ ഒരു മോളല്ലേ ഇത്? അല്ലേ? തള്ളയും കൂടെ ഇല്ലാതെ അതിനെ ഈ പ്രായം വരെ വളർത്തി വലുതാക്കിയിട്ടുള്ള അയാളുടെ മനസ്സ് നിനക്ക് കാണാൻ പറ്റുമോടാ? കാണാൻ പറ്റുമോ? ഇവനെ പോലെ വല്ല പോകന്മാരും കണ്ണും മൂക്കും കാണിച്ചെന്ന് വിചാരിച്ചിട്ട് എന്ത് കണ്ടിട്ടാണ് നീ ഇവന്റെ കൂടെ ഇറങ്ങി പോകുന്നത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. അല്ലാതെ ഇവളെ പോലത്തെ ഒരു പെണ്ണ് എന്നെ ഇഷ്ടമെന്ന് പറയുമ്പോൾ എനിക്കത് കണ്ടില്ലെന്ന് നോക്കാൻ പറ്റണ്ടേ? എന്താ നിന്റെ പേര്? ഷാഹിന. ഷാഹിന അമ്പിളി എന്ന് പറയണം. ഇനി കൂടുതൽ ഇവിടെ സംസാരത്തിൽ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ ആർക്കും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. വല്ല വീടും വാടകയൊക്കെ എടുത്തിട്ട് അവിടെ നിങ്ങൾ താമസിക്കാതിരിക്കുക. എന്ത് വേണേലും ചെയ്തോ. ഇവിടെ നടക്കില്ല. ഇവിടെ നടക്കില്ല ഈ പരിപാടി. അല്ല ചേട്ടാ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? നിങ്ങൾ എങ്ങോട്ട് പോകാനാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞവന് ഇനി ഇതിലിപ്പോ ഇതെന്താ പെട്ടെന്ന്? നീ പെട്ടെന്നല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തത് അല്ലേ? പെട്ടെന്ന് പറയേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയണം. എവിടേക്കാ ഇറങ്ങിക്കോണം. ഇവിടെ നടക്കില്ലത്. അനന്തേട്ടാ, ഞാൻ പോവാ. എന്ത്? ഞാനായിട്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല. നീ എവിടെ പോണത്? എവിടേക്കാ നീ പോണതെന്ന് പറ. നിങ്ങൾക്ക് ആർക്കും ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമല്ലെങ്കിൽ നീ എവിടെ പോവും? എനിക്കറിയില്ല. കുട്ടി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകാനല്ല പറഞ്ഞത്. ഇവിടുത്തെ മൂത്ത മകനാണ് അവൻ. അവന് പറയാനുള്ള അവകാശം അധികാരമൊക്കെ ഉണ്ട്. അതാണ് ഈ പറയണത്. എന്തെങ്കിലും പറയുമ്പോഴേക്കാണ് ഇറങ്ങി പോവാ. ഇതാണ് എന്തായിട്ട് അവളുടെ സ്വഭാവം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എടുത്തി അടി അങ്ങോട്ട് പോകും. അപ്പൊ ഇങ്ങനെ വകതിരിവില്ലാത്തൊരു പെൺകുട്ടിയാണ് നീ വിളിച്ചിറങ്ങി കൊണ്ടുവന്നത്? കണ്ട അഞ്ചേട്ടൻ പറഞ്ഞ കേക്ക്. നീ
ഇനിയിപ്പോഴേ കാര്യങ്ങൾ ഇവിടെ എങ്ങനെ തീരുമാനിക്കണം നോക്കട്ടെ, അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാം നമുക്ക് കേട്ടോ. ഓടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, റോട്ടിലേക്ക് പോകേണ്ടി വരും. എൻ്റെ കൂടെ അല്ലേ, വേറെ സ്ഥലമൊന്നുമില്ല. പിന്നെ വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയും ചെറിയൊരു വിഷമത്തിലാണ്. അവർക്ക് വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് അമ്മ ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ അച്ഛനോടും അമ്മയോടും നേരെ പോയിട്ട് ഒരു കാലിൽ ഒന്ന് കുമ്പിട്ടിട്ടൊക്കെ ഒരു മാപ്പൊക്കെ ഇങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ വിഷമം കൊണ്ടും കൂടി പറഞ്ഞതാണ്. പിന്നെ അച്ഛനും അമ്മയും അവർ നല്ല ദേഷ്യത്തിലാണ്. ആർക്കും ദേഷ്യം ഉണ്ടാവാതിരിക്കില്ല. അപ്പം അത് നീ ഒരു കാര്യം ചെയ്യ്. നീ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് നല്ല സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ പെരുമാറുക. നിന്റെ പെരുമാറ്റം അവർക്ക് അങ്ങോട്ട് ഇഷ്ടാവണം കേട്ടാ. പിന്നെ അവരാരും അത്ര ദേഷ്യക്കാരൊന്നുമല്ല, ഒക്കെ പാവങ്ങളാണ്. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല നീ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അനന്തേട്ടൻ വന്ന് ഇതൊക്കെ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മാവനും അനന്തേട്ടനോട് കയറി വന്ന അമ്പിളിയെ. സത്യം കേട്ടോ. അതെ അതെ, അല്ല നിനക്കെല്ലാത്തിനും സഹായത്തിനും പിന്നെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ, അതിന്റെ ഭാഗ്യം. നല്ലവളാണ് അനന്തേട്ടാ. ആ ആവട്ടെ. അപ്പൊ എന്നാ വേറെന്താ? വേറൊന്നുമില്ല. അവർക്ക് ചായ ഇട്ട് കൊടുക്കുന്നത് ചെല്ലി ചായ ഒക്കെ ഇടും. നിന്നെ പഞ്ഞിക്കിടും, അത് നോക്കിക്കോന്ന്. എന്നാ ശരി കേട്ടോ. ആ ഇനി പുറത്തോട്ടൊക്കെ വന്ന് ഇറങ്ങാല്ലേ, കുഴപ്പമില്ല. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ 5-6 ഇഡ്ഡലി തിന്നുമെന്നുള്ളൂ. എല്ലാവരും വെറും പാവങ്ങളാണ്. തുടക്കത്തിൽ അങ്ങോട്ട് പവറായിട്ട് വന്നിട്ട് നമ്മുടെ കൂടെ നിന്നാണ്ട. നീ അതുപോലെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെ വരും. നീ പേടിക്കണ്ട. പിന്നെ അനന്തേട്ടൻ പറഞ്ഞതാണ് ശരി. നീ ഇപ്പം തന്നെ ചെന്നിട്ട് അച്ഛനോടും അമ്മനോടും ഒരു സോറി പറ. നീ മനസ്സറിഞ്ഞ് പറയണേന്ന് അറിയാൻ നേരത്ത് അവർ നമ്മളെ അംഗീകരിക്കും. ഇപ്പൊ തന്നെ പോണോ? ആ ഇപ്പം തന്നെ പോകണം. അതാ നല്ലത്. ചിലപ്പോൾ അമ്മാവനും അനന്തേട്ടനും അമ്മനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലിക്ക, എനിക്ക് പേടിയൊക്കെ കൂടി വരുമോ? ഞാനുണ്ട് നിന്റെ കൂടെ, നീ പേടിക്കണ്ട. നീ അങ്ങോട്ട് അമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഒറ്റയ്ക്ക് ചെന്നാൽ മതി. ഞാൻ പുറകിൽ നിൽപ്പുണ്ടാവും. നീ അങ്ങോട്ട് ചെന്ന് പറഞ്ഞോ. ഇന്നും ഓക്കെ ആവും എല്ലാം. വഴക്കും അറിയില്ല ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോ? വഴക്കൊക്കെ ഇത്തിരി പറയൂ, അത് നീ കാര്യമാക്കണ്ട. നീ ധൈര്യമായിട്ട് ചെന്നോ, ഞാനുണ്ട് കൂടാ കേട്ടാ. ഞാൻ പോണോ? നീ പോണം. എന്താ പറയണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഇവിടെ ഇരുന്നേ. സീതാലക്ഷ്മി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ സമാധാനമായിട്ടിരുന്ന് കേൾക്കൂ? ഇല്ല, ഒന്നും പറയണ്ട. ഞാനൊന്ന് സമാധാനമായിട്ട് ഇവിടെ ഇരുന്നോട്ടെ. ഓ അതെ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ പൊന്നു ബലരാമേട്ട, ഒന്ന് മിണ്ടായിരിക്കാവോ? ഞാൻ കുറച്ചു നേരം ഒന്ന് ഇവിടെ ഇരുന്നോട്ടെ. ആ ശരി ശരി. അമ്മേ, അമ്മേ. ആരടാ അമ്മ? ഏതമ്മ? ഇറങ്ങിക്കോണേ ഇവിടുന്ന്. ഇതെന്റെ വീടാ. ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവിടെ കയറി വന്നത്?
ഓരോ അലവലാദികൾ ഇറങ്ങിക്കോളും. ആണുങ്ങൾ വിളിക്കാൻ കാത്തിരിക്കുക. ഒറ്റ പോക്ക. തന്തയും വേണ്ട തള്ളയും വേണ്ട. നിനക്കറിയോ, ഈ മനുഷ്യന് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. രാത്രി മുഴുവൻ കിടന്ന് കരച്ചിലായിരുന്നു ഈ മനുഷ്യൻ. എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ല ടീച്ചറ. 6 കൊല്ലം മുമ്പ് ചിക്കൻ കുനി വന്നപ്പോ എത്ര പേരെ നീ മേലോട്ട് വിളിച്ചു. എന്നെ മാത്രം വിളിച്ചില്ലല്ലോ എന്റെ ഭഗവാനെ. അതാ പല്ല് ചലിച്ച സത്യം. ഞാനും അതാ ആലോചിക്കുന്നത്. എന്ത്? അല്ല, എനിക്കും വന്നല്ലോ ചിക്കൻ കുനിയ, എന്നിട്ട് എന്നെയും വിളിച്ചില്ലല്ലോ. അമ്മ ഇനി ഒന്നും പറയരുത്. എനിക്ക് മാപ്പ് തരണം. ഇറങ്ങി പോടി അവിടുന്ന്. നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, പക്ഷെ സീതാലക്ഷ്മിയുടെ അടുത്ത് അത് നടക്കൂല. ഇപ്പൊ ഇറങ്ങിക്കോണം അവിടുന്ന്. ഈ നിമിഷം ഇറങ്ങിക്കോണം. അച്ഛാ, എന്തോ അച്ഛനോ? ആണച്ഛൻ കടന്ന് പൊക്കോളെ എന്റെ കൺമുമ്പിന്ന്. ഓടി അവിടുന്ന്. സീതാലക്ഷ്മി, എന്റെ ഡയലോഗ് അടുത്തു പോയോ? ഇത് മിണ്ടരുത് കേട്ടോ. ആ കാണാനല്ലേ ഉള്ള അമ്മല്ല അതിക്രമം ചെയ്ത ദൈവം. ഒറ്റക്ക് വിടണ്ടായിരുന്നു. എന്താടി ഇത്? ദുഷ്ടോ, എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയല്ലേ? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അമ്മയുടെ അടുത്ത് പോകണ്ടാന്ന്. അപ്പൊ നീ തന്നെ പറഞ്ഞില്ല, ചെന്ന് സംസാരിക്ക, അമ്മയല്ലേ മനസ്സലിയും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ അങ്ങനെ ആയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയേ. ഞാൻ പറഞ്ഞത് ശരി, നീ പറഞ്ഞിട്ടല്ലേ അമ്മനോട് സംസാരിച്ചു നോക്ക, എല്ലാം തുറന്നു പറയാ, അമ്മ മനസ്സലിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ നിന്നത്. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കല്ലേ. അതിലും ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയില്ല. അമ്മ ശാന്തയാണ്, സുശീലയാണ്, സൗമ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടല്ലോ. അവരാരും എന്റെ അമ്മയല്ല, എന്റെ അമ്മ സീതാലക്ഷ്മിയാണ്. എന്നാലും അമ്മ ഇത്രയ്ക്ക് ഭയങ്കരയാന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ എന്തൊരു സമാധാനമുണ്ട്, എന്ത് മര്യാദയോടുകൂടിയാ നിന്നോട് പെരുമാറിയത്. ഇന്നാളൊരു ദിവസം അപ്പുറത്തെ ശാന്ത ചേച്ചിയായിട്ട് ഒരു അതിർത്തി തർക്കം ഉണ്ടായി. അമ്മയും ശാന്ത ചേച്ചിയും കൂടി 1-2 പറഞ്ഞ് അങ്ങോട്ട് ഇടഞ്ഞി. അമ്മക്ക് കലി കയറിയപ്പോ വാക്കത്തി എടുത്തിട്ടാണ് അവർ ഓടിച്ചിട്ടതേ. കലി കയറിയ വെട്ടയും ചെയ്യും. റബ്ബേ, എന്നെ ഒന്നും ചെയ്യാഞ്ഞത് എന്റെ ഭാഗ്യം. അമ്മേനെ പറഞ്ഞിട്ടും കാര്യമില്ല, നിന്റെ പെർഫോമൻസ് അത്ര ശരിയായില്ല. നിന്റെ കാണിക്കല് കണ്ട അപ്പ അറിയാതെ കള്ളത്തരോടൊന്ന്. ഇപ്പൊ എന്റെ പെർഫോമൻസ് ആയി കുഴപ്പം. ഇക്കയുടെ വാക്ക് കേട്ടതാ എന്റെ കുഴപ്പം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, സങ്കടത്തിൽ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുക, നമ്മുടെ മനസ്സലിയെന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിന്നിട്ട് ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കല്ലേ. ഞാൻ ചെയ്തില്ലേ ഇക്ക? ചെയ്തത് ഞാൻ പറഞ്ഞു തന്നിട്ടല്ലേ. ഇപ്പൊ എന്തിനാ എന്നെ കുറ്റം പറയുന്നേ? കുറ്റം പറഞ്ഞല്ല, ഇതില് നമ്മ തളരണ്ട. ഇപ്പൊ ഞാൻ എന്തെല്ലാം നമ്പർ കാണിച്ചിട്ടാണ് പിടിച്ചു നിൽക്കണെന്നാ നീ ഓർത്തത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് നീയും സഹകരിക്കേ. നീ ആ പെട്ടിവണ്ടി കയറാൻ കാണിച്ച മനസ്സ് തുടർന്നു അങ്ങോട്ട് കാണിക്കണം കേട്ടാ. ഞാൻ കാണിക്കുന്നു. ആര് നിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ല, മരിക്കുന്നവരെ ഞാനുണ്ട് നിന്റെ കൂടെ കേട്ടാ. ധൈര്യമായിട്ടിരിക്കും.
ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇനി നമ്മ അടുത്ത നമ്പർ അങ്ങോട്ട് ഇറക്കും. അത് ചീറ്റിപ്പോയാൽ അടുത്ത നമ്പർ. അങ്ങനെ നമ്പർ ഇറക്കി നമ്മ അങ്ങോട്ട് ജീവിക്കും. എന്തേ? ജീവിച്ചാ മതി. ആ, അതിൻ്റെ ഇടയ്ക്ക് നിന്റെ വിശപ്പ് ഇച്ചിരി കുറക്കണം. ഹലോ അന്തേട്ടാ, എന്താ ഇന്നലെ ഫോൺ വിളിച്ചിട്ട് എന്താ വിശേഷം പറയാണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്തത്? എന്താ അപ്പുണ്ണിയുടെ കല്യാണം വല്ലതും ആയോ? അപ്പുണ്ണിയുടെ കാര്യമൊന്നും സെറ്റായിട്ടില്ല. ഇവിടെ വേറെ ചില ആളുകളുടെ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. എന്താ ഇപ്പോ? ആ, നിനക്കൊരു അനിയത്തി വന്നിട്ടുണ്ട്. ഇവിടെ കൊട്ടിലെ പാട്ടുണ്ട്. പോയേട്ടാ, ചുമ്മാ കളി പറയല്ലേ. എടി തമാശയല്ലെന്ന്. അമ്പിളി ഒരുത്തിനെ വിളിച്ചിറങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന്? എടി സത്യമായിട്ടും അവനൊരു പെൺകുട്ടിയെ വിളിച്ചിറങ്ങി കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് എന്നെ പറയാണ്ടിരുന്നേ? അതിനാ നിന്നോട് പറയുന്നത്. നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതിന് പരിഹാരം കാണുമോ? ഞാൻ അന്യൊന്നും അല്ലല്ലോ, അവരുടെയൊക്കെ ഏട്ടത്തിയല്ലേ മൂത്ത. അതേ, ഒന്നും പറയാനുള്ളൊരു മൂഡ് കിട്ടിയില്ല, സത്യം പറഞ്ഞതാണ്. ഓ, മൂടുണ്ടായിരുന്നില്ല അല്ലേ? ആ, എന്നിട്ട് കുട്ടിയെ കാണാൻ എങ്ങനെയുണ്ട്? മൊത്തത്തിലൊരു അവലോകനമൊന്നും ഞാൻ നടത്തിയില്ല. എന്തായാലും ഒറ്റ നോട്ടത്തിൽ പറയാം, നിന്നെയൊക്കെ സുന്ദരിയാണ്. ഓ, അപ്പൊ വിശ്വസുന്ദരിയായിരിക്കുമല്ലോ. അത് നീ അടിച്ച്. ആ ശശാങ്ക, നീ ഒരു കാര്യം ചെയ്യോട്, നേരെ ഓഫീസിൽ വന്നാൽ മതി കേട്ടാ. ശരി ശശാങ്ക. പങ്കിയാമ. ആ, വേറെന്താ? ആ, ശരി ശരി, ഓക്കെ. എന്താ ആരാ? ആ, വേറെ പിന്നെ ആ, ഒരു കാര്യം പറയാനാണ്. പറഞ്ഞോ. വായോ. വായോ. മോളെ ദേവി, ആ, അലക്ക് കഴിഞ്ഞോ മോനെ? ആ കഴിഞ്ഞമ്മേ. ഒരു കാര്യം ചെയ്യേ, നീ അരിയൊന്നോട് കഴുകിയിട്ടരാണ്. ശരി. ഞാൻ ആ സരസ്വച്ചിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. ആ അമ്മേ, ഒരു വിശേഷമുണ്ട്. വിശേഷോ? അതല്ല, ആ, കൊട്ടിലപ്പാട്ടൊരു വിശേഷം ഉണ്ടെന്ന്. അതിന് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു, അപ്പോഴേക്കും വിശേഷമായ? ഓ, എന്റെ പൊന്നമ്മേ, ആ, കൊട്ടിലപ്പാട്ട് അമ്പിളിക്കൂട്ടിന് ഒരു പെങ്കൊച്ചിനെ അടിച്ചെടുത്തോണ്ട് വന്നെന്ന്. അപ്പൊ ആ പെങ്കൊച്ചിനാണ് വിശേഷം? അയ്യോ, ഈ അമ്മ ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കുന്നേ? അമ്മ, കൊട്ടിലപ്പാട്ട് അമ്പിളിക്കുട്ടൻ ഒരു പെങ്കൊച്ചിനെ അടിച്ചെടുത്തോണ്ട് വന്നെന്ന്. അതാണ് വിശേഷം. ഇപ്പൊ മനസ്സിലായോ? അവനാണ് മിടുക്കൻ. അപ്പൊ അങ്ങനെയായോ? ആ, എന്തായാലും കൊള്ളാം, സന്തോഷമുള്ള കാര്യല്ലേ? സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നിന്നെ കൊള്ളഞ്ഞിട്ടാണ് അവിടുത്തെ അമ്മ അംഗീകരിച്ചാടി. അംഗീകരിച്ചു കാണും, അല്ലാതെ ഇങ്ങനെ വീട്ടിൽ കയറി താമസിക്കുക. പക്ഷെ അനന്തേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് അമ്മയുടെ ഒരു സ്വഭാവം കൂടെ ഒക്കെ കണക്കിലെടുക്കുമ്പോഴുണ്ടല്ലോ, ആ കൊച്ചിന്റെ വിദ്യ. നീ അങ്ങനെ ഒന്നും പറയില്ലടി. ഒരു ദിവസം നീ അങ്ങോട്ട് കയറി ചെല്ലാനുള്ളതാണ്. ആ അമ്മയുടെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് നടക്കൂല. ഞാൻ അവിടെ നിലവിളക്കായിരിക്കും. സ്നേഹം കൊണ്ട് എല്ലാവരും കീഴ്പ്പെടുത്തും. പക്ഷെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടേ എന്താണ് അങ്ങോട്ടൊന്ന് ചെന്ന് പറ്റുകയെന്ന് അറിയാൻ പാടില്ലാത്ത. അല്ല, അമ്മയ്ക്ക് സരസ്വതി ചേച്ചിയുടെ അടുത്ത് പോകണ്ടേ? ഞാനിനി പോണില്ല, എന്റെ മൂഡ് പോയി. അതിന് മൂഡ് പോകാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞ പോലെ എന്നാണ് അവന് അങ്ങോട്ട് എനിക്ക് പോവാൻ പറ്റുന്നത്, ദൈവത്തിനറിയാം. ഇനി സ്പീഡിലോ? ഇനി സ്പീഡിലാട്ടിയാ നീ താഴെ കിടക്കും. ഇല്ല, ഒന്ന് സ്പീഡിലാട്ട് ചേച്ചി. ആ, കഴിഞ്ഞ ദിവസം വീണത് ഓർമ്മയുണ്ടല്ലോ. ഇല്ല, ഞാൻ വീഴൂല ചേച്ചി. ഒന്ന് ആഹാ. കുഞ്ചു, ഇനി കുറച്ചു നേരം ചേച്ചി ആടിക്കോട്ടെ? വേണ്ട, ചേച്ചി ആടണ്ട. കുഞ്ചു, ഇത് എത്ര നേരമായ കുഞ്ചു ആടാൻ തുടങ്ങിയിട്ട്? വേണ്ട, ചേച്ചി ആടണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ ആട്ടുന്നില്ല.
ഇല്ല. പ്ലീസ് ഒന്ന് ആട്ട്. ഇല്ല. ചേച്ചി പിന്നിലാട്ട്. കുഞ്ഞൂസേ, മാളൂട്ടി, ഇത് ആരെ വന്നേക്കണേ നോക്കിയേ. തേണ്ട കുഞ്ചു അപ്പൂപ്പൻ വരുന്നു. മക്കള് ഊഞ്ഞാലാടാ. അല്ല, സൈക്കിളേ വിട്ടുവാ. കണ്ടാൽ അറിഞ്ഞൂടെ അപ്പൂപ്പ ഊഞ്ഞാലാടുവാണെന്ന്. അവളുടെ അമ്മൂമ്മയുടെ നാക്ക് തന്നെ. ഇവനെന്തൊരു ഉഷാറില്ലാത്ത പഴങ്ങഞ്ഞി കുടിച്ചെന്ന്. അല്ല പൂപ്പ, പുട്ടും കടലയാ കഴിച്ചത്. ഓ, പുട്ടും കടലും കഴിച്ചിട്ട് എന്താ ഒരു ഉഷാറില്ലാത്ത. നോക്കട്ടെ, കനമുണ്ടോ നോക്കട്ടെ, വലുതായോ നോക്കട്ടെ. വലിപ്പത്തിലില്ലെന്നുള്ളൂ, കനത്തിലുണ്ട്. അപ്പൂപ്പനെ ഒന്ന് ഊഞ്ഞാലാടട്ടെ. അയ്യോ അപ്പൂപ്പ, ഇത് കുട്ടികൾക്കുള്ളതാ, അല്ലാതെ അപ്പൂപ്പന്മാർക്കുള്ളതല്ല. ആണാ? അപ്പൂപ്പൻ ആടിയ എന്താ പറഞ്ഞൊന്ന് നോക്കട്ടെ. അപ്പൂപ്പൻ കുറെ ആടിയിട്ടുള്ളതാണ് മോളെ. നോക്കി നിക്കണ്ട ആട്ടടി. ഞാനോ? ആ പിന്നല്ലാണ്ട് ഞാനാ. ഈ അപ്പൂപ്പൻ ഇതെന്താ പറയുന്നേ? ഓട്ടടി കാന്തടി. പിടിച്ചിരുന്നോ, പിടിച്ചിരുന്നോ.